പത്തനംതിട്ട കുമ്പളാംപൊയ്ക CMS സ്കൂൾ വളപ്പിൽ കാറിൽ അഭ്യാസ പ്രകടനം. സംഭവത്തിൽ പ്രധാന അധ്യാപിക പോലീസിൽ പരാതി നൽകി. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. CK അഭിലാൽ വിവരങ്ങളുമായുണ്ട്. അഭിലാൽ, സ്കൂൾ ഗ്രൗണ്ടിൽ ഇങ്ങനെ വട്ടം ചുറ്റി എന്താ പരിശീലനമാണോ, അഭ്യാസ പ്രകടനം? അത് ഈ മഴയത്ത് ഇതാരാണ് എന്താണ് എന്ന വിവരമൊക്കെ ലഭിച്ചോ? എങ്ങനെയാണ് പരാതിയിലെ തുടർ നടപടി? സ്കൂൾ കുട്ടികളുടെയോ അധ്യാപകരടക്കം സ്കൂൾ ജീവനക്കാരുടേതോ അല്ല വാഹനം. KL 62, അതായത് റാന്നി രജിസ്ട്രേഷനിലുള്ളതാണ് വാഹനം. KL 62F 1191 എന്നതാണ് രജിസ്ട്രേഷൻ നമ്പർ. സ്കൂൾ ജീവനക്കാരിൽ ഒരാൾ തന്നെയാണ് ദൃശ്യങ്ങൾ പകർത്തിയത്. ഇന്ന് രാവിലെ 10:30 കൂടിയാണ് സ്കൂൾ കോമ്പൗണ്ടിലേക്ക് അതിക്രമിച്ച് കടന്ന ഈ വാഹനം ഇത്തരത്തിൽ അഭ്യാസ പ്രകടനം നടത്തി പിന്നീട് കടന്നുപോയത്. സ്കൂളിലെ ജീവനക്കാർ എടുത്ത ദൃശ്യങ്ങൾ പോലീസിന് സമർപ്പിച്ചിട്ടുണ്ട്. സ്കൂളിലെ പ്രധാന അധ്യാപിക ഇന്ന് അവധിയിലാണ്. എന്നാൽ ജീവനക്കാർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് തന്നെ പോലീസിനെ സമീപിക്കുമെന്നുള്ളതാണ് അധ്യാപിക നൽകിയിട്ടുള്ള വിവരം. എന്തായാലും സ്കൂൾ വളപ്പിലേക്ക് അതിക്രമിച്ച് കയറി ഇത്തരത്തിൽ അഭ്യാസ പ്രകടനം നടത്തിയതിന്റെ വിശദാംശങ്ങൾ അറിയാനുള്ള താല്പര്യം സ്കൂൾ ജീവനക്കാർക്കും അതോടൊപ്പം തന്നെ പോലീസിനുമുണ്ട്. എന്തായാലും പോലീസിന് ലഭിക്കുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ് മലയാളപ്പുഴ പോലീസ് അറിയിച്ചിട്ടുള്ളത്. രജിസ്ട്രേഷൻ നമ്പർ ലഭ്യമാണ് എന്നതിനാൽ തന്നെ ആളിലേക്ക് എത്തിച്ചേരാൻ അധികം താമസം ഉണ്ടാകുകയില്ല എന്നുള്ളത് തന്നെയാണ് പോലീസിൽ നമുക്ക് ലഭ്യമാവുന്ന വിവരം. ശരി, പത്തനംതിട്ട കുമ്പളാംപൊയ്ക CMS സ്കൂൾ വളപ്പിലെ ഗ്രൗണ്ടിലെ ദൃശ്യങ്ങളാണ്. ജീവനക്കാർ പകർത്തിയ ദൃശ്യമാണ്. ഒരു കാറിൽ വട്ടം ചുറ്റി ഒരു അഭ്യാസ പ്രകടനം എന്ന മോഡിലാണ് ആ വാഹനം. ആരാണ് എന്നത് കണ്ടെത്താൻ വളരെ എളുപ്പമാണ്. നമ്പറൊക്കെ ഉള്ളതുകൊണ്ട് പോലീസിന്റെ തുടർ നടപടി ഉണ്ടാകും. പരാതി നൽകിയ സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് സ്കൂൾ വളപ്പിലായതുകൊണ്ട് ആര് എന്തിനെത്തി എന്നത് വളരെ പ്രധാനവുമാണ്.